അത് ക്ലോസ് ചെയ്തു. ഇബെന്നൊക്കെ പറഞ്ഞ എന്താ പറയുക, കടിച്ചരാട്ടോ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. നമ്മളായിട്ട് കുറയ്ക്കണ്ടാവെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഇത്? കാണാൻ രസമുണ്ടല്ലോ. എന്റെ വിധി ഇങ്ങനെ തിരിച്ചിരിച്ചിരിച്ചിരിക്കുന്ന ഒരു സംഭവം. ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം ബ്രിസ്ബെയിൻ വരെ പോയിട്ട് അവിടെ കുറേ ക്രിസ്മസിൻ്റെ പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ അതൊന്ന് കണ്ടേച്ചും വരാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മളിപ്പോൾ ബ്രിസ്ബെയിനിലെത്തിയേക്കാണ്. നമ്മൾ വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര തിരക്കുണ്ട് അവിടെ. ഇപ്പം എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ്. പിന്നെ അവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ്സ് എന്നവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കഴിക്കാം, കാണാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം തിരക്കുണ്ടെന്ന്. ഇവിടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ആർച്ചൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിലാണ് എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതാണ് അവിടെ അത്രയും ക്രൗഡഡ്. ആ ക്രിസ്മസ് ട്രീറ്റൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ ഓ, അത് കാണാനാണ് എന്തുമാത്രം ആൾക്കാരോട് വന്നാണ്. ഇത് കാണാൻ രസമുണ്ടല്ലോ. ഇതെന്താ ശരിക്കും വന്നപ്പോൾ തന്നെ ഒരു ക്രിസ്മസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞൊരു ബുക്കിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എന്തോ ഒരു കഥയാണ് ഇവിടെ നടക്കണേ. Ned and Ted drift off to sleep, and one by one, so do all their neighbours. Everyone is fast asleep. Well, almost everyone. Oh. And so, Christmas came to Ned and Ted's new home after all. From their neighbours who came together to light the day. Wow! കലക്കി. അതിന്റെ കളറൊക്കെ നല്ല രസമുണ്ടല്ലോ ലൈറ്റ്. നമ്മളവിടെ ചെന്നപ്പോഴേക്കും അതിന്റെ ലാസ്റ്റ് കഴിയാറായിരുന്നു. പക്ഷെ ആ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്തായാലും കിട്ടി. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഇവനൊരു ജ്യൂസ് കടേനെ പറ്റി പറയാറുണ്ട്. ഇവിടുത്തെ ജ്യൂസ് നല്ലതാണ്. ഇപ്പോൾ സംഭവം ക്ലോസ് ചെയ്തെന്ന് അറിയാമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് ഇതായിരുന്നു, അത് ക്ലോസ് ചെയ്തു. ഫൈനലി നമ്മൾ എത്തി. ഇതാണോ ക്രിസ്മസ് മാർക്കറ്റ്? ഇവിടെ കുറേ സാധനങ്ങൾ കഴിക്കാനുണ്ട്. ഡ്രിങ്ക്സിന്റെ സംഭവം ഉണ്ടോ? പൊട്ടറ്റോ ടെസ്റ്റ് ഇഷ്ടമാണ് എനിക്ക്. എല്ലാം ഒരു റെഡ് ക്രിസ്മസ് തീം വൈബ്. സ്ട്രോബെറി ഡ്രാഗൺ ഫ്രൂട്ട്. എങ്ങനെയുണ്ട്? നമ്മളിവിടെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അത്രപ്പെട്ട് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം അവിടെ ഒരു പൊട്ടറ്റോനെ സ്പൈറലിൽ കണ്ടു. മറ്റേ ഇങ്ങനെ തിരിച്ചിരിച്ചിരിച്ചിരിക്കുന്ന ഒരു സംഭവമില്ലേ പൊട്ടറ്റോനെ, അത് മേടിക്കാൻ നോക്കണം. ഇത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. മോർ അറ്റ് ദ ട്രെയിൻ. ഞാനിവിടുത്തെ ട്രെയിൻ എവിടെയാണ്? ഇതാണ് അവർ ഉദ്ദേശിച്ച ട്രെയിൻ. ഈ ഒരു ബർഗർ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ എല്ലാവരും അത് തന്നെ മേടിക്കണേ. നമ്മളായിട്ട് കുറയ്ക്കണ്ടാവെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് മേടിക്കാന്ന് വിചാരിച്ചു. അവിടെ ഒരാളിങ്ങനെ എന്തോ ഒരു സംഭവം, എന്താ പേരെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല അടിപൊളിയായിട്ട് രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ലതാണോ? അതെ, ഇതെല്ലാം സ്പൈറല്ല. അതന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ആകെ ലാസ്റ്റ് വരണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആർക്കാ വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ ഞാൻ കൈപൊക്കി. വേറൊരു കൊച്ചുകൂടി ഉണ്ടായിരുന്നു, പക്ഷെ അവരെക്കാൾ നേരത്തോന്നായിരുന്നു. അത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊന്നും കുഴപ്പമില്ല, നീ എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങുന്ന ഈ ബൊമ്പറിയിലില്ല, കുഴപ്പമില്ല നീ എടുത്തോന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ പൊട്ടേറ്റോ ലിസ്റ്റിന് ചിലപ്പോൾ എൻ്റെ വയലിൽ ഇരിക്കാനായിരിക്കും അതിൻ്റെ വിധി. അതായിരിക്കും അവർ തീർന്ന് കണ്ട ക്ലോസ്ഡായി. ലാസ്റ്റാണത്. ചൂടുണ്ടാവും. ചിലപ്പോൾ ഇതിന്റെ ഷേപ്പ് കൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചിക്കൻ സോൾട്ടിന്റെ ആണ്, ചിക്കൻ ആൻഡ് സോൾട്ടിന്റെ എടുത്തത്. എനിക്കിത് ഇങ്ങനെ ഇരിക്കണോണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടം. പള്ളി പെരുന്നാളിൽ ഞാൻ മേടിച്ച് അയച്ചായിരുന്നത്. ഇന്ന് വീഡിയോസൊക്കെ എടുത്തു, പക്ഷെ അത്ര ക്ലിയർ ഒന്നും ആയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഇതൊക്കെ ഉണ്ടായി. നല്ല ഞാൻ പറയണമെന്നാണ്. ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. ഇപ്പോഴാണ് കാണണേ. നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. എവിടെയോണ്ടൊക്കെ പൊട്ടണുണ്ട് കേട്ടോ. ഇബെന്നൊക്കെ പറഞ്ഞ എന്താ പറയുക, കടിച്ചരാട്ടോ. ഇത് നടു റോഡാണ്. ഈ നടു റോട്ടില് ഇരുന്ന് അവിടെ രണ്ടുപേരിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും മറ്റേ ചമ്പളപ്പടിയൊക്കെ ഇട്ട്
എല്ലാം അന്തസ്സായിട്ടിരുന്ന് കളിക്കണേ. ചുമ്മാ അതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ തല കുത്തിയിരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ ഷാരോൺ പഠിച്ച യൂണിവേഴ്സിറ്റി കാണാമെന്ന് പറഞ്ഞ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി. ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ഓർത്ത്. നമ്മൾ ഇനി കുറച്ച് നടന്നാലാണ് അവിടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വരെ എത്തണ്ടേ. അപ്പം എനിക്ക് വേറെ മഴ തലയും. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം സ്ട്രീറ്റ്. ബൈ ബൈ.